ഹായ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്നോ ഒന്നിലധികമോ ആൾക്കാരോട് ഒരു ദേഷ്യമോ വല്ലാത്തൊരു ഇഷ്ടക്കേടൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ മൈറ്റ് ബി ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫോർഗീവ് ദാറ്റ് പേഴ്സൺ. മോറൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവരുടെ കുട്ടികളെ ഒരു ലെസൺ ലേൺ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അസൈൻമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വരുമ്പം കുട്ടികളെല്ലാവരും കുറച്ച് പൊട്ടറ്റോസ് എടുത്തിട്ട് വരണം എന്നായിരുന്നു. അപ്പോൾ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടോ, നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളവരുടെ പേരുകൾ എഴുതി നോട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ പൊട്ടറ്റോസ് എടുത്തിട്ട് വരണം. പിറ്റേ ദിവസം കുട്ടികളെല്ലാം പൊട്ടറ്റോസ് ഒക്കെ എടുത്തിട്ട് സ്കൂളിലേക്ക് വരുന്നു. ടീച്ചറെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ടീച്ചർ പറയുന്നു വെൽ ആൻഡ് ഗുഡ്, അപ്പോൾ നമ്മൾ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചില കുട്ടികൾ 2 പൊട്ടറ്റോ കൊടുക്കുന്നവരുണ്ട്, 3 പൊട്ടറ്റോ കൊടുക്കുന്നവരുണ്ട്, 6 പൊട്ടറ്റോ, 8 പൊട്ടറ്റോ, അങ്ങനെയായിട്ട് അവരുടെ മനസ്സിലുള്ള ആൾക്കാരുടെ ദേഷ്യത്തിനനുസരിച്ച് അവരുടെ പൊട്ടറ്റോസിന്റെ എണ്ണം കൂടുമല്ലോ. സോ ടീച്ചർ പറയാണ്, ഇനി അസൈൻമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 1 വീക്കിലേക്ക് എവിടെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പൊട്ടറ്റോയുടെ ബാഗ് നിങ്ങളുടെ കൂടെ എടുത്തിട്ട് പോകണം എന്ന് പറയും. 1 വീക്ക് കഴിഞ്ഞിട്ട് ഈ അസൈൻമെന്റ് ഫിനിഷ് ചെയ്ത ദിവസം ടീച്ചർ കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്നത്തോടെ അസൈൻമെന്റ് തീർന്നു, അപ്പോൾ 1 വീക്ക് ഈ പൊട്ടറ്റോസ് ക്യാരി ചെയ്തതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ചില കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പൊട്ടറ്റോസ് അതിൻ്റെ കവറിൻ്റെ അകത്തിരുന്ന് ചീഞ്ഞിട്ടുള്ള വളരെ വൃത്തിയായിട്ടൊരു ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് കാരണം അവർക്ക് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അവരുടെ ബോഡി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഇനി കൂടുതൽ പൊട്ടറ്റോസ് ക്യാരി ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ വെയിറ്റും കൂടെ വന്നിട്ട് അവർക്ക് ആകെ കൂടെ വയ്യാണ്ടായി, ഭയങ്കര ഫെഡപ്പായി, എല്ലാം കൊണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയി, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി എന്നാണ് എല്ലാ കുട്ടികളും ഒരുപോലെ ടീച്ചറിന് കൊടുത്ത ഫീഡ്ബാക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ടീച്ചർ അവരുടെ അടുത്ത് റിപ്ലൈ ചെയ്യാണ്, ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഹേറ്റ്രഡ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ പൊട്ടറ്റോസിന്റെ മേലെയും കുറച്ച് ആൾക്കാരുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഉള്ളിൽ ഒരാളോടോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരോടോ ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കേട് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിന്റെ പ്യൂരിറ്റീനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ആക്ഷൻസ് എല്ലാം തന്നെ നെഗറ്റീവ് സ്റ്റേറ്റിലാവുകയാണ് ചെയ്യുന്നത് അല്ലെ. സ്ലോലി നമ്മളെ മാത്രമല്ല നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരിലേക്കും കൂടെ നമ്മളത് സ്പ്രെഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എനർജീനെ എഫക്ട് ചെയ്യുന്നു, നമ്മുടെ നല്ല ഓറ, പോസിറ്റീവ് ഓറ എഫക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു നെഗറ്റീവ് മൂഡ് കൊണ്ടുപോയിട്ട് സ്പോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഡോണ്ട് ever let the actions of any other people spoil the purity and the quality of your heart. Forgive them and let them go. Think about it. Take care. Bye-bye.